ഇന്നൊരു ഓഫ് റോഡ് പോകണം കേട്ടോ, എൻ്റെ വണ്ടിയും കൊണ്ട്. അതൊരു ഓൾറെഡി ഒരു ഓഫ് റോഡ് വണ്ടിയാണ്. അപ്പോൾ അതും കൊണ്ട് ഇന്ന് ഒരു പടപടയ്ക്കുള്ള റെഡിക്ക് നിൽക്കണേ സാധനം ഫസ്റ്റ് ടൈം. അപ്പോൾ വിളിക്കാൻ പോകണം. ഇനി ഇവിടുന്ന് നേരെ സലീലുണ്ട്, നമ്മുടെ ഫ്രണ്ടാണ്. സലീലിനും കൂട്ടിയിട്ട് സലീലിനെ എടുത്തിട്ട് നേരെ 2 ഡിസംബർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടേക്ക് പോകും. ചെറിയൊരു റൈഡാണ്, വലിയ ഭീകര റൈഡൊന്നുമില്ല, നമ്മൾ അതിന് മാത്രം എക്സ്പെർട്ടും അല്ല. പിന്നെ സലീലെത്തി കറക്റ്റ് ടൈമിങ്ങിലാവും വരുള്ളൂ. നമ്മൾ എടുക്കലാണ്. അങ്ങനെ ഞങ്ങള് പോയി തുടങ്ങിയിട്ടുണ്ട്. ഷെഹി പെട്രോൾ ഷെഹി പോട്ട് സലീല് കയറി അങ്ങ് കയറിപ്പോഴേക്കും വെള്ളം കുടിക്കാൻ തയ്ച്ചു തുടങ്ങി. അങ്ങനെ നേരെ ഞങ്ങള് പോയി തുടങ്ങി. ഡ്രൈവ് പിടിക്കാൻ പാടില്ല, എന്നാലും വിളിക്കാൻ പോണ വീണ്ടും എന്താ ഇതിനെ കൊണ്ട് ആദ്യമായിട്ട് പോടാൻ. എന്നെ കൊണ്ട് ആദ്യമായിട്ടുള്ള ട്രിപ്പാണ് ഞങ്ങളുടെ. 4 മണിയാണ്, പക്ഷേ ടെമ്പറേച്ചർ ഇപ്പോഴും 42 കാണിക്കുന്നുണ്ട്. പ്രതിഭയുടെ എന്ത് സുന്ദരനാണല്ലേ. ഗൈസ്, നമ്മളിതാ മണലാരണ്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കളിക്കാൻ നമ്മുടെ ഒപ്പം വേറെ ആൾക്കാരുണ്ട്. ഇതൊക്കെയാണ് ശരിക്കും ഭ്രാന്തന്മാര്, റിയൽ ഭ്രാന്തന്മാർ. നമ്മളങ്ങനെ സ്ഥലം എത്തിക്കൊണ്ടിരിക്കുകയാണ്. മലനിരകൾ കാണാം നമുക്കിവിടെ. ഞങ്ങളുടെ ഗ്രൂപ്പില് ഞങ്ങളാണ് ആദ്യം എത്തിയിരിക്കുന്നത് ഗൈസ്, വേറെ ആരും എത്തിയിട്ടില്ല. നമ്മൾ ഏകദേശം ഒരു 5-6ഓളം വണ്ടികളുണ്ട്. ഇതായിരുന്നു നമ്മുടെ പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ ആരും എത്തിയിട്ടില്ല ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മൾ ഡ്യൂൺസിലേക്ക് കയറുന്നതിൻ്റെ ഭാഗമായിട്ട് ടയറിൽ കഷ്ടപ്പെട്ട് അടിച്ച് കഴിച്ച എയർ മൊത്തം നമ്മൾ അഴിച്ചു വിടണം. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കൂടുതൽ ട്രാക്ഷൻ കിട്ടുമ്പോൾ ടയർ സ്ലിപ്പാവും വെറുതെ. അപ്പോൾ 14 PSI ആയിട്ട് നമ്മൾ കുറയ്ക്കണം. ബാക്കിൽ നല്ല അടിപൊളി മണൽപ്പരപ്പ് കാണാൻ പറ്റുന്നു. നമുക്ക് പോകേണ്ടത് ഇപ്പുറത്തെ സൈഡിലേക്കാണ്, ആ വണ്ടികൾ പോണ ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെയാണ് നമ്മുടെ മീറ്റിംഗ് പോയിന്റ് പറഞ്ഞേക്കുന്നത്. 2 ഡിസംബർ. നമ്മുടെ അല്ലാത്ത വേറൊരു ഗ്രൂപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം നമ്മൾ ഡ്യൂൺസിലേക്ക് കയറുമ്പോൾ ഇതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ഫ്ലാഗ് നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഓപ്പോസിറ്റ് താഴ്ച സ്ഥലത്തു നിന്നൊക്കെ കയറി വരുമ്പോൾ അടുത്ത വണ്ടി പോകാവുള്ളൂ, അതിനാണ് നമ്മൾ ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ വണ്ടിയിലും ഫ്ലാഗ് ഇല്ല. സ്റ്റിൽ നമ്മൾ പോയെന്ന് ഉറപ്പ് വരുത്തി അവിടുന്ന് റേഡിയോയിൽ പ്രൊസീഡ് കമാൻഡ് വന്നു കഴിഞ്ഞിട്ടേ അടുത്ത ആൾ പോകാവുള്ളൂ. ഇനി വണ്ടി കയറി വന്ന് മുകളിലെത്തുന്ന ടൈമിൽ നമ്മുടെ വണ്ടിയുടെ മിഡ് പോർഷൻ ഇവിടെ സാൻഡിൽ തട്ടും, അത് നോർമലാണ്. ആ ഒരു ടൈമിൽ സ്ലോ ആണെങ്കിൽ വണ്ടി സ്റ്റക്ക് ആവും. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ നടുക്ക് വന്ന് അങ്ങനെ ഗൈസ് നമ്മൾ 4 വീൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ കളി തുടങ്ങുകയാണ്. നേരെ നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. സെറ്റാണ് അല്ലേ? സെറ്റല്ലേ? നമ്മളിതാ ഗൈസ് കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കളി
കളിക്കളം നമ്മൾ കളി തുടങ്ങുകയാണ്. ദൂരെ വേറെ സഫാരി ഡെസേർട്ട് സഫാരിയുടെ ടീമുകൾ ഗ്രൂപ്പ് കിടക്കുന്നുണ്ട്. വീഡിയോ കുറച്ച് ഷെയ്ക്ക് ആയിരിക്കും, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണാം. ഡിച്ചുകൾ വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഡാമേജ്, ബ്രേക്കേജ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സേഫായിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അയ്യോ പൊളി പൊളി പൊളിമോട് പൊളിമോട്. ഫ്രണ്ടിലെ വണ്ടികൾ വരുന്ന അതേ പാത്ത് ഫോളോ ചെയ്ത് സ്റ്റിയറിംഗ് ഓരെടുക്കാനുള്ള പരിപാടിയിലാണ് പ്രതിവേട്ടൻ. വണ്ടി ഒരെണ്ണം കത്തിയിട്ടുണ്ട് ഗൈസ്. പഴയതാണോ പുതിയതാണോ എന്നറിയില്ല. അപ്പൊ താഴത്തുനിന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോ വണ്ടികൾ 1 by 1 ആയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു വണ്ടി അങ്ങനെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ആ നിൽക്കുന്ന നമ്മുടെ വണ്ടിയാണ്. അടുത്തൊരു FJ വന്നിട്ടുണ്ട്. അടുത്തത് നമ്മള്. വണ്ടികളിലെ ചാകര കാണണമെങ്കിൽ നേരെ കണ്ടാൽ മതി ഗൈസ്. പഞ്ചസാരയില് ഉറുമ്പരിക്കണ പോലെ ഉണ്ട്. അത്രയധികം വണ്ടികളാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ 2 വണ്ടികളാണ് ഇനി കയറാനുള്ളത്. ഇത്രയും താഴെന്നാണ് നമ്മൾ കയറി വരുന്നത് ഗൈസ്. കൂടുതൽ കാലം എടുത്ത് ടയർ സ്പിൻ ആവണ്ട, കുറച്ചുകൂടെ സ്പീഡിലായിരിക്കും. അതേ മൊമെന്റത്തിൽ കയറിയോ, അതേ മൊമെന്റത്തിൽ കയറിയോ. കുറച്ചുകൂടെ കാലം എടുത്തു, കുറച്ചുകൂടെ കാലം എടുത്തു. കയറിയോ കയറിയോ കയറിയോ, കുറച്ചുകൂടെ കയറിയോ. നമ്മുടെ ഒരു പജീറും കൂടി ഉണ്ട്, അതും കൂടിയും പൊളിച്ചടക്കി വരുന്നുണ്ട്. അതുവഴി വന്നത് അല്ല, നിങ്ങളെ ഞാൻ അപ്പുറത്തൂടെ. അങ്ങനെ ഗൈസ് ഞങ്ങള് റൈഡൊക്കെ കഴിഞ്ഞ് പതിയെ എക്സിറ്റ് ആവുകയാണ്. നമുക്ക് അതിനിടയിൽ ചെറിയൊരു സ്റ്റക്ക് കിട്ടി, ചെറിയൊരു റിക്കവറി ഒക്കെ വേണ്ടി വന്നു. അപ്പം അതിനിടയിൽ അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. നമ്മളങ്ങനെ ഡെസേർട്ടിൽ നിന്നും ഓഫ് റോഡിൽ നിന്നും ഓൺ റോഡിലേക്ക് കയറണം. അങ്ങനെ ഈ വീക്കെൻഡ് ഡെസേർട്ടിൽ നമ്മൾ അടിച്ചു പൊളിച്ചു, തകർത്തു തിമർത്തു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരെ വീണ്ടും സന്ധിക്കും വരെ വണക്കം. സൈനിങ് ഔട്ട് മിസ്റ്റർ പ്രദീപ് കുമാർ.